ഇന്നത്തെ നമ്മുടെ വർക്ക് ചിങ്ങവനത്താണ്. കറണ്ട് കാശ് കൂടുന്നതായിരുന്നു ഒരു പ്രോബ്ലം. വേറെ പ്രത്യേകത ഉള്ളത്, ഈ വയറിങ് നടന്നിട്ട് ഒരു കൊല്ലായിട്ടില്ല. 8 മാസമായിട്ട് 8 മാസത്തിന് മുമ്പ് 2000 രൂപയായിരുന്നു കറണ്ട്. അത് ഇപ്പോ 4500 5000ത്തിലേക്ക് എടുത്ത് മാറിയിരിക്കുകയാണ്. അത്യാവശ്യം ലോഡുള്ളൊരു വീടാണ്. 2 AC, ഫ്രിഡ്ജ്, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ എല്ലാം ഉണ്ട്. എന്നാൽ എക്സസ് അധികം ലോഡുകളൊന്നുമില്ല. അപ്പൊ 2500 രൂപ എന്ന് പറഞ്ഞാൽ നോർമൽ കറണ്ട് ചാർജ്, ലീക്കേജോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാന്നെങ്കിൽ അത് കറക്റ്റാണ്. അപ്പൊ അതിന്റെ എല്ലാ ദിവസത്തെ വീഡിയോ പോലെയല്ല നമ്മുടെ ഇന്നത്തെ. കാരണം ഇവിടെ അനിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഇപ്പൊ എയർടെൽ ONM ആയിട്ട് ചെയ്യുന്നത് തിരുവല്ലയിൽ അല്ലെ. അപ്പൊ അനിൽ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു, മുമ്പത്തെ സ്റ്റാറ്റസ് എന്തായിരുന്നു, ഇപ്പൊ ഞങ്ങള് ഇറങ്ങാതിരിക്കുകയാണ്, എന്താണ്, സംതൃപ്തിയാണോ? അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് പറഞ്ഞാലാ ജനങ്ങൾക്ക് അറിയും. സംതൃപ്തിയാണ്. നേരത്തെ RCB ട്രിപ്പായി പോകുന്നതായിരുന്നു പ്രശ്നം, മെയിൻ പ്രശ്നം. പിന്നെ കറണ്ട് ബില്ല് ഇതുപോലെ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അതുകൊണ്ട് ലീക്കേജ് ക്ലിയർ ചെയ്തു. പുതിയതായിട്ട് എർത്ത് വാല്യൂ ഭയങ്കര കുറവായിരുന്നു, പുതിയ എർത്ത് ഫിറ്റ് ചെയ്തു. ഇപ്പം ഇഷ്യൂസ് ഒന്നും RCB ട്രിപ്പ് ആവുന്നില്ല. നേരത്തെ സപ്ലൈ വന്നിട്ട് കട്ട് ഓഫ് ആയിട്ട് ഓൺ ആകുമ്പോഴത്തേക്കായിരുന്നു സ്പൈക്ക് വന്നിട്ട് RCB ട്രിപ്പായി പോകുന്നത്. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അഡീഷണൽ ലീക്കേജ് സർക്യൂട്ട് എല്ലാം മാറ്റി അത് ക്ലിയർ ചെയ്തു. ഇപ്പം മറ്റു പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പ്രധാനപ്പെട്ട കേസ് നമ്മുടെ പ്രോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചെറിയ കുറച്ച് വയറിങ്ങിന്റെ തകരാറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ വയറിങ് ചെയ്ത ആൾക്കാർ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മോശം കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ ചില കോണ്ടാക്റ്റുകൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാത്തതിന്റെ വിഷയം ഉണ്ടായിരുന്നു. എർത്ത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ന്യൂട്രലിന്റെ മെയിൻ കേബിൾ ഇല്ല, എർത്ത് പ്രോപ്പർ ആവാത്തത് കൊണ്ട്, എർത്ത് വാല്യൂ കുറവായതുകൊണ്ട് ലീക്കേജ് കറണ്ട് 30 മില്ലി ആംപിയർ തുടങ്ങി ഒരു 200 മില്ലി ആംപിയർ വരെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഇൻപുട്ടിൽ നമ്മൾ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു 200 മില്ലി ആംപിയർ റേഞ്ച് വരെയുള്ള ലീക്കേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് RCB നിൽക്കാണ്ടിരുന്നതും അത് അഴിച്ച് മാറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എർത്ത് ഫാൾട്ട്, എർത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു കോപ്പർ എർത്തിങ്, കോപ്പർ റാഡിലാണ് ചെയ്തേക്കുന്നത്. അത് നമുക്കിനി പെർമനന്റ് ആയിട്ട് മറ്റൊരു സൊല്യൂഷൻ കണ്ടത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന് ബാക്കി എന്ത് അവര് ബാക്കി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന ഇഷ്യൂകൾക്കും അതെന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ബാക്കി നമ്മൾ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ 25 മില്ലി ആംപിയറിലാണ് അതിന്റെ ട്രിപ്പിംഗ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു 5 to 6, 7 മില്ലി ആംപിയറിന്റെ ലീക്കേജ് കാര്യങ്ങൾ അതിനകത്തുള്ളൂ. അപ്പൊ നമ്മൾ പമ്പ് ഓടിച്ചപ്പോഴും അത് സബ്മേഴ്സിബിൾ പമ്പാണ്. അത് നമ്മൾ ഓടിച്ചപ്പോഴും 12 മില്ലി ആംപിയർ ലീക്കേജ് ആണ് ഫുൾ ലോഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് ട്രിപ്പ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പൊ നിലവിലത്തെ കണ്ടീഷനിൽ. ഇപ്പൊ ലീക്കേജ് ഉണ്ടായിരുന്ന ഒരു വേറെ സീലിംഗിൽ എന്തോ പോയിരുന്നൊരു കേബിളിന്റെ ലീക്കേജ് ഉണ്ടായിരുന്നു. ആ പ്രശ്നവും അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ MCB ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുക, ഓഫ് ചെയ്തില്ല, ആ ലൈൻ കട്ട് ചെയ്തിട്ടിരിക്കുക, വേറെ ലൈൻ കൂടി അഡീഷണലി ചാർജ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി നമുക്ക് ഈ സാധാരണ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് ഡീറ്റെയിൽ എടുക്കുമ്പോൾ എനിക്ക് സന്തോഷമായത്, മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പോലെയല്ല, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കൂടി ഉണ്ടായത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടിയത്. ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇനി വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഇനി ഇത് പ്രോപ്പർ ആവോ, അതിൽ അദ്ദേഹം വളരെ സംതൃപ്തനാണ് അല്ലേ. അപ്പോ അത് ആ പ്രൊസീജിയർ, ആ മെയിൻ്റനൻസ് പ്രൊസീജിയർ അദ്ദേഹത്തിന് കണ്ട് മനസ്സിലായി കാണും. അതിൽ സംതൃപ്തി ഉണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും നമുക്കും. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റീഡിംഗ് ആണിത്. ഇപ്പോൾ ഉള്ള ലീക്ക് എന്ന് പറഞ്ഞാൽ 34, 36 റേഞ്ചൊക്കെയാണ്. ഇത് മേളിലേക്ക് ഉയർന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മൾ വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ കൂടുതലായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ചെക്ക് ചെയ്യുന്ന സമയത്ത് 42, 41 ഇങ്ങനെ മേളിലേക്ക് കയറി പോകുന്ന രീതിയിലാണ്. ഒരിക്കലും താഴത്തേക്ക് വരുന്നില്ല, മേളിലേക്ക് തന്നെ കയറി പോകുന്ന രീതിയിലാണ് ആ റീഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം അത് 50 റേഞ്ചിലേക്ക് കയറി പോകുന്ന ഒരു കണ്ടീഷനാണുള്ളത്. അതേപോലെ തന്നെ നമ്മളത് മെക്കോൻ്റെ മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ 152 മില്ലി ആംപിയർ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ DB കാര്യങ്ങളെല്ലാം അഴിച്ചു പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ന്യൂട്രലുകൾ ഫാൾട്ടായിട്ട് കാണുന്നുണ്ട്. ചെറുത് കുഴപ്പമില്ല. ഈ ടോപ്പിലുള്ളതൊന്നും നമുക്ക് കുഴപ്പമില്ലാത്തതാണ്. അതേപോലെ തന്നെ ഇൻസുലേഷൻ അടിച്ചു വെച്ചിട്ടുള്ള കേബിളുകൾ കുഴപ്പമുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ വാല്യൂ ഉള്ളതാണ്, പ്രോപ്പറായിട്ട് മെഗർ വാല്യൂ ഉള്ളതാണ്. അതിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം
17-18 റേഞ്ചിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മെഗർ വാല്യൂസ് ഉള്ളതുണ്ട്. അതേപോലെ തന്നെ ഇൻസുലേഷൻ അടിച്ചിരിക്കുന്ന ഇവയെല്ലാം ഫാൾട്ട് കണ്ടീഷനുള്ളതാണ്. പക്ഷെ ചിലത് മാത്രമേ കുഴപ്പമുള്ളൂ. പക്ഷേ ഇത് 0.1, 0.2 ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ചിലത് ഡയറക്റ്റ് ഷോർട്ടായിട്ട് 0 എന്ന് പറയുന്ന കണ്ടീഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തായാലും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു. ബാക്കി കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം മോഹനൻ ചേട്ടൻ്റെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. ടെസ്റ്റ് അടിച്ച് മീറ്ററിൻ്റെ ഉപ്പാടൊക്കെ വരുത്തിയിട്ടുണ്ട്. ബാറ്ററി ലോ ആയി. എന്തായി കൊടുത്തിട്ടുണ്ട് നമ്മള് പാരൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു രണ്ടീഷാർത്ത് കൂടി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എത്ര വാല്യൂ ഉണ്ടായിരുന്നു നേരത്തെ? ഇത് വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള റീഡിംഗ് ആണ്. നമുക്കൊരു 5 to 7 ആ റേഞ്ചിലുള്ള mA ലീക്കേജ് മാത്രമാണ് നിലവിലുള്ളത്. കണ്ട മെക്കോലും നമ്മുടെ മെട്രാവിലും ഒക്കെ ഏകദേശം സെയിം ആയിട്ടുള്ള രീതിയിലുള്ള റീഡിംഗാണ് കാണിക്കുന്നത്. 5 to 6 ആ ഒരു റേഞ്ചിലുള്ള mA ലീക്കേജ് മാത്രമേ കാര്യങ്ങളുള്ളൂ. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും സംഭവങ്ങളൊന്നുമില്ല. മെക്കോലും അതേപോലെ തന്നെ 0.7 mA കണ്ടീഷനാണ്. 20 no trip, 25 trip. ഇവിടെയാണ് മച്ചാന്മാരെ നമ്മൾ എർത്ത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ സൈഡിലായിട്ടാണ് നമുക്ക് എർത്തിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ എർത്തിങ് അത്രയ്ക്ക് പ്രോപ്പർ അല്ലായിരുന്നതുകൊണ്ട് തന്നെ മോഹനൻ ചേട്ടൻ അതിൻ്റെ എർത്ത് വാല്യൊക്കെ ടെസ്റ്റ് ചെയ്ത് അഡീഷണലായിട്ട് ഒരു എർത്ത് കൂടി അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളതൊരു 3 അടി കിട്ടുന്ന മാക്സിമം മാത്രമേ ഉള്ളൊരു കോപ്പർ റോഡാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡോർ സൈഡിലേക്ക്, ഫ്രണ്ടിലെ ഗേറ്റ് സൈഡിലേക്കൊക്കെ കേബിൾ അടിയിൽ കൂടിയാണ് വിളിച്ചിട്ടുള്ളത്. അതിനും ചെറിയ രീതിയിലുള്ള ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.